നല്ല ആശ്വാസമായി വേനൽമഴ വരുന്നുണ്ട്. കടുത്ത വേനൽമഴയാ. എനിക്ക് തോന്നാവുന്നല്ലേ, ഇത് മിക്കവാറും തെരഞ്ഞെടുപ്പ് തുടങ്ങി കഴിയുമ്പോൾ പഴയ പോലെ ഒന്നും ആയിരിക്കത്തില്ല. ഈ സ്ഥാനാർത്ഥികളെല്ലാം കരുത്തുള്ളൂ. ഇത് എവിടെ പോണ്? പണിയുണ്ടായിരുന്നു. പത്തനംതിട്ട വരെ പോവാം. എന്ത് പണിയാ അവിടെ? ഇലക്ഷൻ പണിയാ? ഇതിപ്പോ ചൂടായതുകൊണ്ട് പണിയൊന്നുമില്ല, അതുകൊണ്ട് അവിടെ പോയിട്ട് ഇലക്ഷൻ പണി എടുക്കാന്ന് വിചാരിച്ചു. ചെന്ന് കയറി കൊടുക്കാൻ പറ്റിയ സ്ഥലമോ പത്തനംതിട്ട. അവിടെ പണിയോട് പണിയാ. അവിടെ പണിയുണ്ട്, ആ പണിക്കല്ലേ പോകുന്നത്. ബിരിയാണിയും കിട്ടും. നീ കാശില്ലല്ലോ, പ്രചരണത്തിന് ഇറങ്ങുന്നവർക്കൊന്നും കാശില്ലല്ലോ. നമ്മുടെ പാർട്ടിക്ക് കാശുണ്ട്. നീ അല്ലാണ്ടിക്കാൻ വേണ്ടിയല്ലേ പോകുന്നേ? ചെന്ന് കയറേണ്ട സ്ഥലമാണ് പത്തനംതിട്ട. അല്ലാണ്ടിനി കോഴയാണ്, അല്ലാണ്ടിനി കള്ളനാണ്, അല്ലാണ്ടിനി സൂപ്പർ ദല്ലാളാണെന്നൊക്കെ പറഞ്ഞിട്ട് മൊത്തം അലമ്പായിട്ട്. ആര് പറഞ്ഞു? പണഞ്ഞേച്ചാൽ മതി. എ.കെ. ആന്റണി പ്രതിരോധ മന്ത്രിയായിരുന്ന കാലത്താണ് ഈ അഴിമതിയും കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. കോൺഗ്രസിന് മിണ്ടാൻ പറ്റില്ല. ഇത്രയും കാലത്തെ ഒരു രാഷ്ട്രീയ പാരമ്പര്യം വെച്ചിട്ട് പുള്ളി ഒരു പ്രതിച്ഛായ. ആ പ്രതിച്ഛായ തന്നെയാണ് വേണ്ടത്. ഈ ചായക്കട ഇരുന്നിട്ട് പ്രതിച്ഛായയെ കുറിച്ച് നീ പറയല്ലേ പ്രശാന്ത്? ആന്റണി പ്രതിരോധമന്ത്രിയായിട്ടിരിക്കുമ്പോ മോൻ കോഴ വാങ്ങിച്ചത് അച്ഛൻ അറിഞ്ഞില്ലെന്ന് വരൂ. ഈ ഉള്ള ഇന്റലിജൻസും എല്ലാം നിങ്ങൾ അന്വേഷിക്കേ. ഇത് അന്വേഷിക്കാൻ എന്തെങ്കിലും പിന്നെ പരാതി വന്നോ? ഇതിപ്പോ ഒരുത്തൻ രാവിലെ മൈക്കിന്റെ മുമ്പിൽ നിന്ന് കെട്ടി എഴുന്നള്ളിച്ച് പറഞ്ഞില്ലേ, അല്ലാതെ വേറെ നീ ഏതടേ ഒരു പണി സ്കൂളിലൊക്കെ പഠിച്ചറിയിട്ട് ഒത്തിരി കാലല്ലേ, നിനക്ക് പണിയൊന്നും ഇല്ലേ? എന്റെ സംശയം ഇത്രയേ ഉള്ളൂ. പി.ജെ. കുര്യനെ സാക്ഷിയാക്കി പി.ജെ. കുര്യൻ പറഞ്ഞു. അല്ല, പി.ജെ. കുര്യനൊക്കെ അവിടെ കിടക്കുന്നത്. ഇത് നേരം വെളുത്തപ്പോഴല്ലേ ഇയാൾ പറഞ്ഞത്? നേരത്തോട് നേരം ആയോ? ഇതിപ്പോ ബി.ജെ.പി. കോൺഗ്രസിനും മിണ്ടാൻ പറ്റില്ല. രണ്ടുപേരും കുരുക്കിലായി. ആര് കുരുക്കിലായി? ഇതില് ക്രമക്കേട് നടന്നിട്ടുള്ളത് യു.പി.യുടെ കാലത്താണ്. ഇതിപ്പോ ഒന്നുമില്ല, ഇയാൾ യു.പി.യും ഇതിപ്പോ എന്താണെന്നറിയോ, ഞങ്ങളുടെ കൊച്ചൻ അങ്ങ് കയറി വന്നു. അപ്പോൾ ഞങ്ങൾക്ക് പേടിയായി. ആന്റോ ആന്റണിക്ക് പേടിയായി. ഇത് ആന്റോ ആന്റണി ആശാൻ പി.ജെ. കുര്യനും കൂടെ ഉണ്ടാക്കിയ സെറ്റ്. കെ. സുരേന്ദ്രൻ പിടിച്ച വോട്ട് പിടിക്കുമോ നിങ്ങൾ? ഇലക്ഷൻ കാണാം. ഇപ്രാവശ്യം വേറെ ഐസക് എന്ന് പറഞ്ഞത് കേൾക്കാൻ പോലില്ലോ. അത് കേൾക്കേണ്ട കാര്യമൊന്നുമില്ല. അത് കൃത്യം ബാലറ്റ് പെട്ടിയിൽ എത്തുന്ന സമയത്ത് ഐസക് കേൾക്കുമോ കേൾക്കാതിരുന്നോ? ആന്റോ ആന്റണി, അനിൽ ആന്റണി, രണ്ട് ആന്റണിമാർക്കിടയിലുള്ള വലിയൊരു സംഘർഷം അവിടെ നടക്കുകയാണ്. അവിടോട്ട് ചെന്ന് കയറി കൊടുക്കാനേ പറഞ്ഞുള്ളൂ. ഇവർക്ക് എങ്ങനെയെങ്കിലും പിക്ചറിലുണ്ടല്ലോ, ആദ്യം തൊട്ടുണ്ടല്ലോ. ദല്ലാള് പറഞ്ഞതിനകത്തെ ഈ ദല്ലാള് നിങ്ങൾ ഇവിടെ ദല്ലാൾ ആരാണ് ഈ പണയാൻ? ഇയാൾ എന്തെങ്കിലും തെളിവ് കൊണ്ടുവന്നോ ഇവിടെ? ഈ തെളിവ് ഇതുപോലെ ഓരോ തവണയും ഇയാൾ പറഞ്ഞത് തെളിവുണ്ടെന്ന് പറഞ്ഞല്ലേ? വേറെ ആരും അതിന്റെ പിന്നാലെ പോകുന്നില്ലല്ലോ. നോക്കണമെന്ന് പറഞ്ഞില്ലേ? ഇതിപ്പോ നിങ്ങൾ ഉണ്ടല്ലേ, ഇല്ലെങ്കിൽ നിങ്ങൾ ഇതും പൊക്കി പിടിച്ചിറങ്ങില്ലേ? നല്ലൊരു ചെറുപ്പക്കാരൻ, മുൻ മുഖ്യമന്ത്രിയും പ്രതിരോധ മന്ത്രിയായിട്ടിരുന്ന ഒരു കോൺഗ്രസ് മുതിർന്ന നേതാവിന്റെ മകൻ ബി.ജെ.പിയിലേക്ക് വരുമ്പോ അപ്പന്റെ ആണോ മകന്റെ ആണോ? ഞങ്ങൾക്ക് അങ്ങനെ ഒരു എതിരഭിപ്രായം ഇല്ലല്ലോ. പോയ വേറെ ആളുണ്ട്, സുരേഷ് ഗോപി. തുടങ്ങിയപ്പോ സുരേഷ് ഗോപി മാത്രമായിരുന്നില്ല ചിത്രത്തിലുണ്ടായിരുന്ന ബി.ജെ.പിക്കാരൻ. നേരം കൊണ്ടുവന്നോണ്ട് പോയതാ. മുരളി പത്മനാഭൻ തമ്മിൽ അടിയായിരുന്നു. ആടിയായിരുന്നോ? പാവം പിടിച്ച മുരളി മന്ദിരത്തിൽ വെച്ചിട്ട് മെമ്പർഷിപ്പ് കൊടുത്തേക്കുന്ന ആർക്കാന്ന് നോക്ക്. ആ വീട് ചേച്ചിക്ക് കൂടെ ആവശ്യപ്പെട്ടല്ലേ? അവിടെ ചേച്ചിക്ക് തീരുമാനിക്കുന്ന കാര്യങ്ങൾ ചേച്ചിക്ക് ചെയ്യാൻ പറ്റും. ഒരു കുടുംബകലഹം ഉണ്ടാവും അവിടെ. ഇവിടെ അത്യാവശ്യം മക്കളെയും മരുമക്കളെയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തും പിടിച്ചും ഒക്കെ കൂടുതൽ അലമ്പുണ്ടാക്കുകയാണ്. എന്തൊരു മോശമാനന്ദം ഇതൊക്കെ. അവരെ ഹഠാത് ആകർഷിച്ച ഒരു കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ വികസന പ്രവർത്തനവും ലോകരാജ്യങ്ങളുടെ മുന്നിൽ ഇന്ത്യക്ക് എത്തിയ ഒരു പൊസിഷനും ഒക്കെ കണ്ടപ്പോൾ അവർക്ക് തോന്നി ഇതാ കൊള്ളാവുന്ന സ്ഥലം എന്ന് പറഞ്ഞ് അവർ വന്നു. അതിലെന്ത് തെറ്റെന്ത് അവർ പറഞ്ഞല്ലോ. അല്ലാതെ മോദിയുടെ ഗ്യാരണ്ടി അല്ല, ഇഡിയുടെ ഗ്യാരണ്ടി. മക്കൾ രാഷ്ട്രീയം, മക്കളെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുക. പിന്നെ ഇപ്പൊ പോരാ ചെയ്യേണ്ട കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുക. കേരള സ്റ്റോറിയുടെ ഇമ്പാക്ട് ആണ് ഇപ്പൊ പത്തനംതിട്ട കിട്ടാൻ പോകുന്നത്. എന്ത് കിട്ടും പത്തനംതിട്ടയിലെ? ക്രിസ്ത്യനോട്ടൊക്കെ താമരയ്ക്ക് യുദ്ധത്തില്ല. ഈ സിനിമ കണ്ടിട്ട് വന്നിട്ടോ? പിന്നെന്ത് അങ്ങനെ ഒരു സിനിമ ആ സിനിമ കാണിച്ച ബി.ജെ.പിക്കാരല്ലോ ഈ പോയി പ്രദർശിപ്പിച്ചത് നാടൊട്ടുക്കും. വോട്ട് കണ്ണു വെച്ച് തന്നെയാണ് ചെയ്തത്. പ്രൊട്ടസ്റ്റന്റുകളായിട്ടുള്ള അല്ലെങ്കിൽ പെന്റിക്കോസ്റ്റ് പോലെയുള്ള സ്വതന്ത്രമായ ക്രിസ്ത്യൻ വിശ്വാസ രീതികളുള്ള ഒരുപാട് പേരടങ്ങുന്ന ഒരു ജില്ലയാണ് പത്തനംതിട്ട. അവിടെ ഇത്തരം കാര്യങ്ങളൊന്നും ഓടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ആ സമുദായം അവരുടെ കുട്ടികൾക്ക് വേണ്ടി പ്രദർശിപ്പിച്ചതാണ്. അപ്പൊ ആ സമുദായത്തിന്റെ ഇടയിൽ ഇത് സജീവ ചർച്ചയാണ്. ഇത് എപ്പോഴാ മണിപ്പൂർ ഒരു കാര്യം, ഈ കേരള സ്റ്റോറി ചർച്ചയാണോ ക്രൈസ്തവ സമൂഹങ്ങൾക്കിടയിൽ? ആണോ? കേരള സ്റ്റോറി ചർച്ചയാണ്. ആണ്. മണിപ്പൂർ ചർച്ചയാണോ? മണിപ്പൂർ അത്ര വലിയ ചർച്ചയൊന്നും അത്രയും വലിയ നിങ്ങൾക്ക് താല്പര്യമുള്ള ചർച്ച. ഞങ്ങൾക്ക് താല്പര്യം എന്നുള്ളതല്ല. അതാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായില്ല. അനിൽ ആന്റണി കളം നിറഞ്ഞു. വളരെ വൃത്തിക്ക് കിട്ടേണ്ടിയിരുന്ന വോട്ടുകൾ വിചാരിക്കുന്നിടത്ത് കളി നിൽക്കത്തില്ല. നിങ്ങൾ വിചാരിക്കുന്നിടത്ത് കളി നിൽക്കത്തില്ല. ഉറപ്പാണോ? പിന്നെ ശരി. അണ്ണാ നോക്കിക്കോ. പമ്പയാറ്റിൽ താമര വിരിയും.
പമ്പയാറ്റിലെ താമര വിരിയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അവിടെ നല്ല അടിയൊഴുക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ വിരിയുമെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഉറപ്പാണ് നിങ്ങൾ കൊടുക്കുന്നത്. ഇത് എങ്ങനെയാണെന്ന് ഈ കലിങ്കേരുന്നോട് നമുക്ക് തീരുമാനിക്കാം. പമ്പയാറ്റിലെ അടിയൊഴുക്ക്, ആ അടിയൊഴുക്ക് നിങ്ങൾ കാണാൻ കിടക്കുന്നേ ഉള്ളൂ. ശരി, എന്തായാലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, തെരഞ്ഞെടുപ്പിന്റെ അവസാന സമയം ഇതൊന്നും ആയിരിക്കില്ല വിഷയം. അതുകൊണ്ട് താർമാര് കവലയിരുന്ന് വെറുതെ വർത്താനം നീ പണിക്കോ കേട്ടോ, നീ പണിക്കോ, ഞാനേ പത്തനംതിട്ടയ്ക്ക് പോട്ടെ നല്ലതാ കേട്ടോ.